കൊടുത്ത സ്ഥലങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ആദ്യ 2 ദിവസം ഒന്നും കണ്ടെത്താനായില്ല എങ്കിലും 6ാമത് തോണ്ടിയ കുഴിയിൽ പോലീസ് അസ്ഥികൂടം കണ്ടെത്തി. നിർണായകമായ ഈ കണ്ടെത്തലിനെ കുറിച്ചാണ് ഇൻഡെപ്ത് സംസാരിക്കുന്നത്. സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കർണാടകയിലെ ധർമ്മസ്ഥല. മംഗളൂരുവിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരത്ത് ദക്ഷിണ കന്നഡ ജില്ലയിലാണ് ധർമ്മസ്ഥല. 1 മാസം മുൻപ് വരെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ഇവിടമെങ്കിൽ നിലവിലത് വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ്. 20 വർഷക്കാലം അവിടെ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരാൾ ഇക്കഴിഞ്ഞ ജൂലൈ 3-നാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത്. 100 കണക്കിന് പീഡനക്കൊലകളുടെ സാക്ഷിയാണ് താനെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അവരെല്ലാം ധർമ്മസ്ഥലയിലെ പല സ്ഥലങ്ങളിലായി കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം മൊഴി കൊടുത്തു. ഞെട്ടലോടെയായിരുന്നു രാജ്യം ആ വാർത്ത കേട്ടത്. തെറ്റിന് കൂട്ടുനിന്നതിൽ താൻ അസ്വസ്ഥനാണെന്നും അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറയുന്നത് എന്നുമായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ വാർത്തകൾ പുറത്തു വന്നിട്ടും ഒരു നടപടിയിലേക്കും കടക്കാൻ കർണാടക സർക്കാർ ആദ്യം തയ്യാറായിരുന്നില്ല. ഒടുവിൽ പ്രതിഷേധങ്ങളും സമ്മർദ്ദവും ശക്തമായപ്പോഴാണ് പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിച്ച് കേസ് ഏറ്റെടുക്കുന്നതും നടപടികളിലേക്ക് കടക്കുന്നതും. ശുചീകരണ തൊഴിലാളിയുമായുള്ള ചോദ്യം ചെയ്യലിൽ 13 ഇടങ്ങളാണ് അന്വേഷണ സംഘം പരിശോധനയ്ക്കായി മാർക്ക് ചെയ്തത്. നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിനടുത്തും സമീപത്തുമുള്ള വനപ്രദേശത്തുമൊക്കെയായിരുന്നു ഈ സ്പോട്ടുകൾ. തുടർന്ന് ജൂലൈ 28-ന് പരിശോധന ആരംഭിച്ചെങ്കിലും ആദ്യ 2 ദിവസം ശരീരാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആകെ ലഭിച്ചത് ഒരാളുടെ പാൻ കാർഡും ഡെബിറ്റ് കാർഡും മാത്രമായിരുന്നു. എന്നാൽ ജൂലൈ 31-ന് കാടിനകത്ത് നടത്തിയ തെരച്ചിലാണ് വഴിത്തിരിവുണ്ടാകുന്നത്. അന്നെടുത്ത 6ാമത്തെ കുഴിയിൽ നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ലഭിച്ച അസ്ഥികൂടത്തിന്റെ പ്രാഥമിക ഫോറൻസിക് പരിശോധനയും അവിടെ വെച്ച് തന്നെ നടത്തി. ഏകദേശം 4 അടി താഴ്ചയിലായിരുന്നു അവശിഷ്ടം കണ്ടെത്തിയത്. 15ഓളം എല്ലുകൾ ഉണ്ടായിരുന്നു. അതിൽ പലതും പൊട്ടിയിരുന്നുവെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവശിഷ്ടങ്ങൾ ഒരു പുരുഷന്റേതാണെന്നാണ് പുറത്തുവരുന്ന വിവരം. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി പോലീസിന് കൊടുത്ത മൊഴിയിൽ പുരുഷന്മാരെയും കുഴിച്ചിട്ടുവെന്ന് പറഞ്ഞതായും നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതിൽ ഒന്നിലധികം ആളുകളുടെ അസ്ഥി ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. പരിശോധനയിൽ ലഭിച്ച അസ്ഥികളുടെ വിശദമായ ഫോറൻസിക് പരിശോധന പൂർത്തിയാകുമ്പോൾ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കൂവെങ്കിലും മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് കൂടുതൽ വിശ്വസനീയത കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. അതിനിടെയാണ് ധർമ്മസ്ഥലയിലെ വിവാദങ്ങൾ സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ബംഗളൂരു കോടതി മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ നടപടി കർണാടക ഹൈക്കോടതി റദ്ദാക്കിയത്. കാര്യങ്ങൾ അറിയാനുള്ള പൊതുജനങ്ങളുടെ അവകാശത്തെ തള്ളിക്കളയാനാകില്ല എന്നാണ്